എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രൈസ് ലോർഡ്. ഞാൻ ഡോക്ടർ രാജു കെബേവി വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ഞാൻ കൊട്ടാരക്കരയ്ക്കിടയ്ക്ക് തൃക്കണമംഗൽ കോടതിക്കടുത്ത് താമസിക്കുന്നു. എനിക്ക് സ്വന്തമായ ക്ലിനിക്കുണ്ട്. അതിൻ്റെ പേരാണ് പ്രയർ ക്ലിനിക്ക്. അവിടെ സാധാരണ രോഗങ്ങളെല്ലാം ചികിത്സിക്കുന്നു. എല്ലാവിധ രോഗങ്ങൾക്കും ഞങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഉണ്ട്. ഇതിൻ്റെ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ മറുപടി തരുവാനായിട്ട് എൻ്റെ ഫോൺ നമ്പർ ഞാൻ ചുവടെ ചേർത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള മറുപടി പറയുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി അത് സബ്സ്ക്രൈബ് ചെയ്ത് അത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അത് കമൻറ്റ് ചെയ്യണമേ. അതിനായിട്ട് അല്പസമയം മെനക്കെടുത്തണമേ എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഇന്നെൻ്റെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് അമീബിക് എൻകഫലൈറ്റിസ് എന്നാണ്. അമീബിക് എൻകഫലൈറ്റിസ് വെച്ചാൽ ചിലർ എൻസെഫലൈറ്റിസ് എന്നൊക്കെ പറയും. അത് ചില ആൾക്കാരുടെ ഉച്ചാരണ രീതി അങ്ങനെയാണ്. കഫലൈറ്റിസ് എന്ന് പറയുന്നതിന് സെഫലൈറ്റിസ് എന്നൊക്കെ പറയും. ഈ അമീബിക് എൻകഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളത്ത് ഒരു യങ്സ്റ്റർ ഒരു കൊച്ചു ആൾക്ക് അത് പിടിപെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കി. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. 2016 ഇതാദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അമീബയും മറ്റ് അമീബയും കൊണ്ട് ഡിഫറൻസ് ഉണ്ട്. ഈ അമീബിക് എൻകഫലൈറ്റിസ് ഉണ്ടാക്കുന്ന അസുഖം എന്ന് പറയുന്നത് നഗേറിയ ഫൗളോറി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഓർഗാനിസംസ് ആണ്. അത് നമ്മുടെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ഒഴുകുന്ന ചെറിയ വെള്ളത്തിൽ അധികം പായലുള്ള മനുഷ്യ മാലിന്യങ്ങളുള്ള വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ മുങ്ങിക്കുളിക്കുന്നവർക്കും അതുപോലെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ മുങ്ങിക്കുളിക്കുന്നവർക്കും മീൻ പിടിക്കുന്നവർക്കും വരുന്ന ഒരു പ്രത്യേക രോഗമാണ്. ഈ വെള്ളം നമ്മൾ കുടിക്കുന്നതായിരുന്നാലും അത് നല്ല ശുദ്ധീകരണം പ്രാപിച്ചിട്ട് നമ്മൾ കുളിക്കാവൂ. ഇത് മൂക്കിൽ കൂടി കയറിയിട്ട് അല്ലെങ്കിൽ ലങ്സിൽ കൂടി അത് കയറാം, അല്ലെങ്കിൽ ഫുഡ് വഴിയും കയറാമെന്നാണ് പറയുന്നത്. ഇത് കയറി ഇത് വേഗം ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ മസ്തിഷ്കം. അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1300 ഗ്രാം. അത് കയറിക്കഴിഞ്ഞാൽ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കും, അതായത് സെറിബ്രൽ ഫീവർ ഉണ്ടാക്കും. അതോടെ നമുക്ക് വലിയ പനി, അതുപോലെ വിറയൽ രോഗം ഇതൊക്കെ നമ്മുടെ കൂടെ വരും. അപ്പോൾ നമുക്ക് നല്ല ഷിവറിങ് വരും. അത് മാത്രമല്ല ഇത് പെട്ടെന്ന് ജന്നിയിലേക്ക് പോകും. ജന്നി എന്ന് പറഞ്ഞാൽ സീഷർ, അല്ലെങ്കിൽ പല നാട്ടിലും പല വിധത്തിലാണ് പറയുന്നത്. ജന്നി എന്ന് പറഞ്ഞാൽ സീഷർ, വെട്ടല് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും. നമുക്ക് കോമയിലേക്ക് നമ്മൾ കടന്നു പോകും. പെട്ടെന്ന് 70% ആൾക്കാർ മരിക്കുന്നു. എന്നാൽ 90% ആൾക്കാർക്ക് ഇത് അമീബ അകത്ത് കയറി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നു. പക്ഷേ ഇത് 10% ആൾക്കാർക്ക് ഈ അസുഖം ഒരു എൻകഫലൈറ്റിസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഒരിക്കലും ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കണം. അതിന് CT സ്കാൻ, MRI സ്കാനൊക്കെ നമ്മളെ സഹായിക്കും. അത് മാത്രമല്ല നമ്മൾ നട്ടലിലെ ഞരമ്പ് കുത്തി പരിശോധിക്കേണ്ടി വരും. അപ്പോൾ നട്ടൽ കുത്തി പരിശോധിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അമീബകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനനുസരിച്ച് ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ കുറേ പേര് രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. ആംഫോടെറിസിൻ B എന്ന് പറയുന്ന ഒരു മരുന്നാണ്. അത് സാധാരണ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മരുന്നാണ് ആംഫോടെറിസിൻ B. ആ മരുന്ന് നമ്മളിത് കുത്തിവെച്ച് കഴിഞ്ഞാൽ, ഞരമ്പിൽ കൂടി കുത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് നിന്നൊരു മോചനം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് വേറൊരു വെറൈറ്റി ഉണ്ട്, ജപ്പാനീസ് എൻകഫലൈറ്റിസ്. യെല്ലോ ഫീവറൊക്കെ വന്നതിന് ശേഷം അനർഹർക്ക് വരുന്ന ഒരു അസുഖമാണ് ജപ്പാനീസ് എൻകഫലൈറ്റിസ്. അത് കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ അസുഖങ്ങൾ ഇങ്ങനെ മാറി മാറി കേരളക്കരയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കുക പറയുന്നത് ശ്രമകരമായ ഒരു ഏർപ്പാടാണ്. പക്ഷേ ഒരിക്കൽ പനി ജന്നി വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഇത് വരാതിരിക്കാൻ നമുക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ: ശുദ്ധിയുള്ള വെള്ളം കുടിക്കുക, ശുദ്ധവെള്ളത്തിൽ കുളിക്കുക. ഈ ഈ കുളത്തിലൊക്കെ ഇറങ്ങി നീന്താതെ, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ മീന് പിടിക്കാതെ,
ചെറിയ മീനുകളൊക്കെ പിടിച്ച് വലിയ രോഗങ്ങൾ പിടിപെടാതിരിക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ രോഗങ്ങൾക്കൊക്കെ നമ്മൾ അടിമയാകും. പിന്നെ പെട്ടെന്നൊരു ദിവസം പനി വരും, നമ്മൾ പെട്ടെന്ന് മരണപ്പെടും. അതുകൊണ്ട് ഈ രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ശുചിത്വമാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന, പ്രത്യേകിച്ച് നാവായിക്കുളത്ത്, അതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തും ഇത് കണ്ടുവന്നു. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് നമ്മൾ നന്ദി പറഞ്ഞാലും മതിയാവൂ. എന്നെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും ഞാൻ എൻ്റെ നന്ദിയും വിനീതമായ കൂപ്പുകയും അർപ്പിക്കുന്നു. ഇനിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, ഷെയർ ഇടുക. ഇനിയൊരു എപ്പിസോഡ് എനിക്ക് പ്രചോദനമായിരിക്കും. ഇനിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.